ഹലോ, മറ്റൊരു വീഡിയോ നമ്മുടെ ഖത്തറിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഖത്തറിൽ പോയപ്പോൾ ഒരു ഫാൻ വില്ലേജ് എന്നാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്. ഫാൻ വില്ലേജ് നല്ലൊരു ഐഡിയ കൺസെപ്റ്റായിരുന്നു. ഫാൻ വില്ലേജ് എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണല്ലോ, മുമ്പ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വേൾഡ് കപ്പ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കാം. ഫാൻ വില്ലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫാൻസിനും എല്ലാവർക്കും ഒരുമിക്കാം, അതിൽ തന്നെ ഫാൻസിന് പ്രത്യേകം ഓരോ സ്ഥലങ്ങളിലായിട്ട് മാറി മാറി ഇരിക്കാനുള്ള ഒരു സെറ്റപ്പാണ്. അതായത് അവിടെ ഫുൾ മാച്ചുമായി ബന്ധപ്പെട്ട സജ്ജീകരിച്ചിട്ടുണ്ടാകും. സോഫയും ഇരിക്കാൻ പാകത്തിന് എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കൊണ്ടുപോകാം. ഫാമിലി ആയിട്ട് ഇരിക്കാം, ഫാമിലിക്ക് ഒരുമിച്ചിരിക്കാൻ സ്ഥലം, ബാച്ചിലേഴ്സിന് ഇരിക്കാൻ വേറെ സ്ഥലം, അതുപോലെ ഒരേ ടീമിന് ഇരിക്കാൻ വേറെ സ്ഥലം. ഇതിപ്പോൾ രാവിലെ എന്ന് വെച്ചാൽ നല്ല ചൂട് നമുക്ക് സഹിക്കാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് ഇപ്പോഴും ഫാൻ വില്ലേജ് എന്ന് പറയുമ്പോൾ ഒരു ഫാൻ വില്ലേജ് 5-6 ഫാൻ വില്ലേജ് ഖത്തറിൻ്റെ പല പല ഭാഗങ്ങളിലായിട്ടുണ്ടാവും. നമുക്ക് ബസ്സും അതുപോലെ ട്രെയിനൊക്കെ വളരെ ഇതായിരുന്നു, ഫ്രീ ആയിരുന്നു. ഹയ്യ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ട്രെയിനും ഇതൊക്കെ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് പോകാൻ കഴിഞ്ഞിരുന്നതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും സഞ്ചരിക്കണം. പക്ഷേ രാവിലെ പോകുന്നതിനൊക്കെ നല്ലത് രാത്രിയായിരുന്നു. ഫാൻ വില്ലേജ് പല പല സ്ഥലങ്ങളിലാണ്, അതായത് ഓരോ സ്ഥലത്തും ഇത് മാച്ചുകൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരേ മാച്ച് ആയിരിക്കില്ല എല്ലായിടത്തും ഉണ്ടാവുക. ഒരു ദിവസം തന്നെ മറ്റ് സ്ഥലങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ പല മാച്ചുകൾ പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ അതാത് ഫാൻസിന് അവിടെ ഒരുമിക്കാം. ഓരോ ഫാമിലി നമ്മുടെ ഈ മാപ്പിൽ ഓരോ ദിവസത്തെ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ടാവും. ആ ഷെഡ്യൂൾ എന്താ വെച്ചാൽ ആ ഫാൻ വില്ലേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡിസ്പ്ലേ ആ മാച്ചായിരിക്കും. അപ്പോൾ ആ മാച്ച് ആ ഫാൻസിനെ അവിടെ ഒരുമിക്കുക എന്നുള്ള സെറ്റപ്പാണ് ഇതിൻ്റെ ആശയം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ പോകുമ്പോൾ കുറേ പേരിങ്ങനെ തണൽ നോക്കി അവിടെ ഇരിക്കുന്നുണ്ട്. അതിനടുത്ത് തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ വീഡിയോ എടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ വേറെ പ്രശ്നം വെച്ചാൽ അവരുടെ ഈ പെപ്സി അങ്ങനത്തെ ചില കമ്പനികളുടെ ജ്യൂസ് മാത്രം നമുക്ക് അതിൻ്റെ ഉള്ളിൽ, പുറത്തുനിന്ന് ഉണ്ടാവുക അവരുടെ മാത്രം, അല്ലാതെ വേറെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. രാത്രി ഏറ്റവും എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു സമയം അതാണല്ലോ. നൈറ്റ് നല്ല ആൾക്കാരെല്ലാം തിങ്ങിക്കൂടി നല്ല അടിപൊളിയായിരുന്നു. ശരിക്കും ഫാൻ വില്ലേജ് അനുഭവപ്പെട്ടത് രാത്രി നൈറ്റാണ്. എല്ലാവരും ഒരുമിക്കും, ഭയങ്കര ബഹളവും ഫാമിലിയും പ്രവാസികളെല്ലാം കൂടെ വരുന്നൊരു സന്ദർഭം അതായിരുന്നു. നല്ല കുറേ പേരെ കാണാൻ പറ്റി. ശരിക്കും ഫാൻ വില്ലേജിൽ ഇതേപോലെ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ കുട്ടികൾ ഒരു സ്ഥലത്ത് ഇരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ കുട്ടികൾക്ക് കൂടി കളിക്കാനും പ്രത്യേകം നമസ്കരിക്കാനും, മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ, അതുപോലെ ഓരോരുത്തർക്ക് പ്രാർത്ഥിക്കാനും കാര്യങ്ങളെല്ലാം അവിടെ തയ്യാറായിരുന്നു. നന്നായിട്ട് അലങ്കരിച്ച് അതാണ് ആ ദൂരെ കാണുന്നതാണ് ഫാൻ. അവിടെ ആ സ്ക്രീനിലാണ് ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ പരസ്യം കൂടി കൊണ്ടുവെക്കാം. പിന്നെ ഇത് ഫുഡ് ഇവിടെ ഫാൻ വില്ലേജ് എന്ന് പറയുമ്പോൾ ഇതേമാതിരി കുറേ ചെറിയ ഇഷ്ടംപോലെ ടെൻറ്റുകളുണ്ടാവും. ആ ടെൻറ്റുകളിൽ നമുക്ക് താമസിക്കാം. അതുപോലെ പ്രത്യേകം അധികം ടെൻറ്റുകൾ താമസിച്ചിരുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അല്ലാതെ വിദേശത്ത് നിന്ന് വന്നവർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബ്രസീലിനായതുകൊണ്ട് ബ്രസീലിൻ്റെ കൊടി ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ ബസ്സുകളും അതുപോലെ പ്ലെയേഴ്സ് പോയ ബസ്സാണ് ഇപ്പോൾ കണ്ടത്. നമ്മളവിടെ ഫാൻ വില്ലേജിൽ ജസ്റ്റ് കുറേ നേരം ഇരുന്ന് മാച്ചൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം നേരത്തെ പോയി അവിടെയൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ മൊത്തം പോയി. അതുപോലെ ഇക്കാൻ്റെ മക്കളും ഉണ്ടായിരുന്നു. ഒപ്പം ഞങ്ങളങ്ങനെ അവിടെ പോയിട്ട് നന്നായിട്ട് ഒരുപാട് ആസ്വദിച്ചു. നല്ല കാറ്റും രാത്രിയാകുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും ഇതിനൊക്കെ ഉള്ള സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് കളിക്കാനും, വലിയൊരും കുട്ടികൾ മാത്രമല്ല കേട്ടോ, വലിയ ആൾക്കാരും അവിടെ കളിക്കാനായിട്ട് ഉണ്ടായിരുന്നു. കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എല്ലാം ഫ്രീ ആണല്ലോ. മക്കൾക്ക് എക്സർസൈസ്, പാർക്ക്, അങ്ങനെ എല്ലാവിധ സെറ്റപ്പും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫാൻ വില്ലേജിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയാണ്. ഫാൻ വില്ലേജ് എന്നുള്ള സംഭവം നിങ്ങൾക്ക് മുന്നിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.